സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13 വയസ്സുകാരാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി 2 മാസം മുമ്പ് പുഴയിൽ കുളിച്ചിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജിത് കുമാർ പറഞ്ഞു. അഡൽട്ട് വാർഡിൽ 5 പേരും കുട്ടികളുടേതിൽ 4 പേരും, അങ്ങനെ 8 പേരാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പേഷ്യൻ്റ് കൂടി വന്നു. ആ പേഷ്യൻ്റാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ മരണപ്പെട്ടത്, 36 ഹവേഴ്സിനുള്ളിൽ. വരുമ്പം തന്നെ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ആൾക്കാരാണ് കൊണ്ടുവന്നത്. അവർ പറഞ്ഞ അനുസരിച്ച് ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥലത്തുനിന്ന് വന്നയാളാണ്. അയാൾ കോഴിക്കോട് പന്നിയങ്കര ഭാഗത്താണ് താമസിച്ചിരുന്നതെന്ന് പറയുന്നു. അഡൽട്ട് വാർഡിൽ 5. ഇന്നലെ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമിന്റെ രോഗ ഉറവിടം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ജോലി ചെയ്ത കോഴിക്കോട്ടെ ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. ഗോകുൽ K വേണുഗോപാൽ കോഴിക്കോടും ചെയ്യുന്നു. ഗോകുൽ, പൊതുവെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്ന് ഈ രോഗ ലഭിച്ചു, അല്ലെങ്കിൽ ഇത്ര എവിടെ നിന്ന് രോഗബാധ ഉണ്ടായി എന്നത് പലപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുളങ്ങളോ സ്വിമ്മിംഗ് പൂളോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ചാവക്കാട് രോഗം സ്ഥിരീകരിച്ച ആളുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. അതൊരു പ്രതിസന്ധിയായി ആരോഗ്യവകുപ്പിന്റെ മുന്നിലുണ്ടോ? എന്തൊക്കെയാണ് നിലവിൽ അവർക്ക് ഉണ്ടാകുന്ന അനുമാനങ്ങൾ? ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സുഹൈൽ, ഇപ്പോൾ 9 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 3 കുട്ടികളുമുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം സ്വദേശിയായിട്ടുള്ള 13-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തലവേദനയും ഛർദിയുമായി പ്രവേശിപ്പിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കുട്ടി ഇപ്പോൾ ICUവിലാണ്. പേടിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് ആശങ്ക ജനിപ്പിക്കുന്നു. കുട്ടി കഴിഞ്ഞ 2 മാസം മുൻപ് കുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഒരു പുഴയിൽ കുളിച്ചിരുന്നതായി പറയുന്നുണ്ട്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് എന്തായാലും ആരോഗ്യ പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാവുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കോഴിക്കോട് ജില്ലയിൽ മരിച്ച തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള റഹീമിന്റെ രോഗത്തിന്റെ ഉറവിടവും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. റഹീം ഇന്നലെയായിരുന്നു മരിച്ചത്. അതോടൊപ്പം തന്നെ റഹീമിന്റെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി 14-ാം തീയതി മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരം ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ പരിശോധനയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ റഹീം മരണപ്പെട്ട സാഹചര്യത്തിൽ റഹീം ജോലി ചെയ്തിരുന്ന ഹോട്ടൽ അടച്ചിടാൻ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ ശശി എന്ന് പറയുന്ന കോട്ടയം സ്വദേശി 14-ാം തീയതി മരിച്ചു. 2 പേരും അടുത്തടുത്ത ദിവസങ്ങളിൽ മരിച്ചതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഹോട്ടലിൽ നിന്നും ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അവ തിരുവനന്തപുരത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. ഇതിന്റെ റിസൾട്ട് വരുന്നതുവരെ എന്തായാലും പന്നിയങ്കരയിലെ ആ ഹോട്ടൽ അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളിൽ 50% ആളുകൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് ആശങ്ക നൽകുന്ന കാര്യമാണ് എന്നൊരു കാര്യം കൂടി എന്തായാലും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. അതായത് വളരെ ഗൗരവമുള്ള ഒരു രോഗമാണ്. നേരത്തെ തന്നെ മരണശതമാനമാണ് ഈ രോഗത്തിന്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കൂടുതലെന്ന് പറയുമ്പോഴും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിൽ പകുതിയിലധികം ആളുകളും ഡിസ്ചാർജ് ചെയ്ത് പോയതായിട്ട് ആശങ്ക നൽകുന്ന കാര്യമായി ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്തായാലും എടുത്തു പറയുന്നുണ്ട്. നിലവിൽ 9 പേർ ചികിത്സയിലുണ്ട്. അതിൽ 3 പേർ കുട്ടികളാണ്, 6 പേർ 12 വയസ്സിന് മുകളിലുള്ള ആളുകളുമാണ്. ഒരാൾ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ തുടരുന്നു. സുഹൈ, ഗോകുലി, റഹീമിന്റെ സുഹൃത്ത് ശശി എന്നയാൾ റഹീം മരണപ്പെടുന്നതിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഇദ്ദേഹം സമാനമായ രീതിയിൽ എന്തെങ്കിലും കാര്യത്തിന് ചികിത്സ തേടിയിരുന്നോ? അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കാത്തതാണോ, ചികിത്സ തേടാത്തത് കൊണ്ടാണോ? ഇവിടെ ഈ ഒരു 2 പേർ അടുത്തടുത്ത് ഒരേ സ്ഥലത്ത് താമസിച്ചവർ അടുത്തടുത്ത ദിനങ്ങളിൽ മരിച്ചതാണോ ഈ ഒരു വിഷയത്തിൽ സംശയം ഉണ്ടാവാൻ, ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാകാൻ ആരോഗ്യവകുപ്പിനെ മുൻനിർത്തുന്നത്? തീർച്ചയായും സുഹൈൽ, 3 പേരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതിൽ ഒരാൾ ശശിയായിരുന്നു, കോട്ടയം സ്വദേശി. അദ്ദേഹം 14-ാം തീയതി മരണപ്പെടുന്നു. അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെടുകയായിരുന്നു. കസേരയിൽ മരിച്ച നിലയിൽ അയാളെ കണ്ടെത്തുകയായിരുന്നു. അയാൾക്ക് ഹൃദയസ്തംഭനം വന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം 3 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചു. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റെടുക്കാൻ ബന്ധുക്കളാരും വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ തന്നെയായിരുന്നു ആ ഭൗതിക അദ്ദേഹം അടക്കം ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നീടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പറയുന്ന റഹീം മരണപ്പെട്ടത്. റഹീമിന്റെ പരിശോധന നടത്തിയ സമയത്ത് റഹീമിന് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ 2 പേർ മരിച്ചു എന്നതിന്റെ ഭാഗമായി അതിലൊരു കരുതൽ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ആ ഹോട്ടൽ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ പറയുന്ന ശശിയുടേത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ 2 പേർ മരണപ്പെടുന്നു. അതിനാൽ തന്നെ കരുതൽ നടപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഹോട്ടലിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്ന വീട്ടിലെ കിണറിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് അയച്ചിട്ടാണുള്ളത്. അതൊരു കരുതൽ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആ ഹോട്ടൽ അടച്ചിടാൻ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓണത്തിന് മുമ്പേ തന്നെ ആ ഹോട്ടൽ നവീകരണത്തിന് വേണ്ടി അടച്ചിട്ടതായിരുന്നു. കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ആ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ല. ഒരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ തുറന്ന്
പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് കോർപ്പറേഷൻ നൽകിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.